ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്നുവരെ ജീവിപ്പാൻ ദൈവം നൽകിയ ഉപകാരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ഞാൻ കുര്യൻ എം ചാക്കോ. ദീർഘായുസ്സുള്ളവരുടെ കുടുംബത്തിലാണ് ഹാനോക്ക് ജനിച്ചത്. അവൻ്റെ പിതാവായ യാരദ് 962 വർഷക്കാലം ജീവിച്ചിരുന്നു. പുത്രനായ മെഥൂശലഹിൻ്റെ ആയുഷ്കാലം 969 വർഷമായിരുന്നു. ഏറ്റവും കൂടുതൽ വർഷം ജീവിച്ചതിൻ്റെ റെക്കോർഡ് മെഥൂശലഹിൻ്റെ പേരിലാണുള്ളത്. 969 വർഷമേ. ഈ വിവരം ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 27 വരെ ഉള്ള വാക്യങ്ങളിൽ വിവരിക്കുന്നുണ്ട്. എന്നാൽ ഹാനോക്കാകട്ടെ ഈ ഭൂമിയിൽ 365 സംവത്സരമേ ജീവിച്ചിരുന്നുള്ളൂ. ആ കാലത്തെ ആയുർദൈർഘ്യം നോക്കുമ്പോൾ ഹാനോക്കിൻ്റെ ആയുസ് എത്ര ചുരുക്കമായിരുന്നു. അന്നത്തെ കണക്കനുസരിച്ച് 365 വയസ്സ് എന്ന് പറഞ്ഞാൽ യൗവന പ്രായത്തിലുള്ളവൻ എന്നേ പറയാനൊക്കൂ. യൗവനകാലത്ത് തന്നെ ഹാനോക്ക് തേജസ്കരണം പ്രാപിച്ച് കർത്താവിനോടുകൂടെ ഇരുന്നു എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. ഈ ഭൂമിയിൽ 300 വർഷക്കാലം ദൈവത്തോടുകൂടി നടന്നതിന് ശേഷം അവൻ മാറ്റപ്പെട്ടു. എത്ര കാലം ജീവിച്ചു എന്നതിനേക്കാൾ പ്രാധാന്യം ജീവിച്ച കാലം എങ്ങനെ നടന്നു എന്നുള്ളതിനല്ലേ. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. ഒരു ഭക്തൻ ഹാനോക്കിൻ്റെ തിരോധാനത്തെപ്പറ്റി പറഞ്ഞതായി വായിച്ചത് ഇപ്രകാരമാണ്: മറ്റു ദിവസങ്ങളിലെ പോലെ ആ ദിവസവും ഹാനോക്ക് ദൈവത്തോടുകൂടെ നടക്കാൻ പോയി. അന്ന് ദീർഘദൂരം നടന്നു. നടക്കുന്നതിനിടയിൽ ദൈവം പറഞ്ഞു, നീ ഇനിയും മടങ്ങി നിൻ്റെ ഭൗമഭവനത്തിലേക്ക് പോകേണ്ട, എന്നോടൊപ്പം സ്വർഗീയ ഭവനത്തിലേക്ക് പോരൂ. ഹാനോക്ക് സമ്മതിച്ചു. ഇപ്പോൾ അവൻ സ്വർഗീയ ഭവനത്തിൽ കർത്താവിനോട് കൂടെ സന്തോഷിക്കുകയാണ്. എത്ര ഉന്നതമായ ഭാഗ്യമാണ് ഹാനോക്കിന് ലഭിച്ചത്. ഹാനോക്കിൻ്റെ തേജസ്കരണത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട പല സംഗതികളും ഉണ്ട്. ലോകചരിത്രത്തിൻ്റെ പ്രാരംഭ ദിശയിൽ ദൈവം തന്നെക്കുറിച്ച് അധികമൊന്നും മനുഷ്യകുലത്തിന് വെളിപ്പെടുത്തിയിരുന്നില്ല. ആ കാലഘട്ടത്തിൽ തനിക്ക് ലഭിച്ച മങ്ങിയ ദുഷിച്ച തലമുറയുടെ മധ്യത്തിൽ ജീവിച്ച ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്ന് ദൈവകരത്തിൽ പിടിച്ച് അക്കരെ നാട്ടിലെത്തി. അങ്ങനെയെങ്കിൽ കാൽവറിയിൽ വെളിപ്പെട്ട ദൈവസ്നേഹത്തിൻ്റെ വെളിച്ചത്തിൽ നടന്ന് വചനമെന്ന പാല് കുടിച്ച് ശക്തിപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ നിത്യപരിചരണത്തിൽ ജീവിക്കുന്ന ഒരു വിശ്വാസിക്ക് എന്തുകൊണ്ട് ദൈവത്തോടുകൂടെ നടന്നുകൂടാ? ഹാനോക്കിൻ്റെയും നോഹയുടെയും കാലത്ത് കൊടുത്തതിൽ എത്രയോ മടങ്ങ് പ്രകാശം ദൈവം ഇന്ന് തൻ്റെ ജനത്തിന് കൊടുത്തിട്ടുണ്ട്. ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രമുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നുവെന്ന് എബ്രായ ലേഖനം 1:1-2 വാക്യങ്ങളിൽ വായിക്കുന്നു. ദൈവതേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമായ കർത്താവായ യേശുക്രിസ്തുവിൽ കൂടി നേരിട്ടുള്ള പ്രകാശം ലഭിച്ചവരാണ് നാം. എന്നാൽ ജഡീകമായ ചിന്താഗതിയിൽ മുതിർന്നു വന്നതിനാൽ ദൈവത്തോടുകൂടെ നടപ്പാൻ പ്രാഗൽഭ്യമില്ലാത്തവരായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഒരിക്കൽ ഒരു കൺവെൻഷനിൽ ഹെൻറി മാർലി എന്ന ദൈവദാസൻ പ്രസംഗിക്കുകയായിരുന്നു. ദൈവത്തിനായി സമ്പൂർണ്ണമായി സമർപ്പിച്ച ഒരു മനുഷ്യനിലൂടെ ദൈവത്തിന് എന്തു ചെയ്യുവാൻ കഴിയും എന്ന ലോകം കാണുവാൻ പോകുന്നതേയുള്ളൂ. ഈ വാക്കുകൾ സദസ്സിൽ ദൈവവചനം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന മോഡിയുടെ ചെവിയിലൂടെ ഹൃദയത്തിലാണ് പതിച്ചത്. അങ്ങനെയെങ്കിൽ ആ മനുഷ്യൻ ഞാനായിരിക്കുമെന്ന് കൃപയിൽ ആശ്രയിച്ച് മോഡി നിർണയിച്ചു. വാർലി പറഞ്ഞ കാര്യം സത്യമാണെന്ന് കാലം തെളിയിച്ചു. ഇംഗ്ലണ്ടിനെയും അമേരിക്കയെയും ഇടതും വലതും കരങ്ങളിലായി മോഡി സ്വർഗത്തിലേക്ക് ഉയർത്തി എന്നാണ് ഒരു ദേവദാസൻ പറഞ്ഞത്. കർത്താവ് മോഡിയെ എടുത്ത് തൻ്റെ നാമമഹത്വത്തിനായി ഉപയോഗിച്ചു. ചെരുപ്പ് കുത്തിയുടെ ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ഒരുവനിൽ കൂടി ദൈവം എത്ര വലിയ അത്ഭുതമാണ് ചെയ്തത്. ഒരു വലിയ ആത്മീയ ഉണർവിന് അവൻ പാത്രമായി തീർന്നു. കർത്താവായ യേശു യോഹന്നാന്റെ സുവിശേഷം 8:12 പറഞ്ഞത്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകും എന്നാണ്. ലോകത്തിൻ്റെ വെളിച്ചമായ യേശുക്രിസ്തുവിനോടൊപ്പം നടപ്പാൻ കഴിയുന്നവർക്ക് ഇരുട്ടിനെ ഭയക്കാതെ മുമ്പോട്ട് പോകുവാൻ കഴിയും. അശുദ്ധമായ ജീവിത വഴിയിലൂടെ സഞ്ചരിക്കാതെ യോഗ്യമായ പാതയിലൂടെ യാത്ര ചെയ്യുവാനും കഴിയും. ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം അവൻ്റെ ജീവിതത്തിലുണ്ടാകും.
കാരാഗ്രഹവാസം അനുഭവിക്കുന്ന പൗലോസിൻ്റെയും ശീലാസിൻ്റെയും അടുക്കൽ വെളിച്ചം അന്വേഷിച്ചുകൊണ്ട് കാരാഗ്രഹ പ്രമാണി എത്തിയതുപോലെ ചിലർ വെളിച്ചം അന്വേഷിച്ചുകൊണ്ട് ജയത്തിൻ്റെ ഘോഷം ഉയർത്തുന്നവരുടെ അടുക്കൽ എത്തുവാൻ ഇടവരും. പ്രിയവിശ്വാസി, നിങ്ങളത് ഇഷ്ടപ്പെടുന്നുവോ? നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചത് ജീവിക്കേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ നിന്നുകൊടുക്കുമോ? അതോ ലോകത്തോട് അനുരൂപമായി ജഡത്തിൻ്റെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ ഇഷ്ടപ്പെടുന്നുവോ? ദൈവത്തോടുകൂടെ നടപ്പാൻ ആഗ്രഹിക്കുമോ? അതോ ദൈവത്തിൽ നിന്ന് അല്പം അകലം വിട്ട് സഞ്ചരിക്കുവാനാണോ താൽപ്പര്യം? 73-ാം സങ്കീർത്തനകാരൻ ആ സങ്കീർത്തനത്തിൻ്റെ 23-24 വാക്യങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കത്തക്കതാണ്. ഒരു ക്രിസ്തുഭക്തന് ധൈര്യപ്പെടുവാൻ ആവശ്യമായതെല്ലാം അവിടെയുണ്ട്. ഹാനോക്കിൻ്റെ അനുഭവം ആ വാക്യത്തോട് ചേർത്ത് ചിന്തിക്കാം. ദൈവമേ, അങ്ങ് എൻ്റെ വലങ്കൈ പിടിച്ചിരിക്കുന്നു. അവിടുത്തെ ആലോചനയാൽ അങ്ങ് എന്നെ നടത്തും. പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. കർത്താവ് കൈപിടിച്ച് ഹാനോക്കിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. ആ രംഗം ഓർക്കുമ്പോൾ നമ്മുടെ ഉള്ളം ആനന്ദത്താൽ പുളകമണിയുന്നില്ലേ? അത് അനുഭവവേദ്യമായി തീരണമെങ്കിൽ ഞാനും നിങ്ങളും ഈ ചുരുങ്ങിയ ആയുഷിൽ കർത്താവിനോട് ചേർന്ന് നടക്കണം. അതിന് ഏവർക്കും സർവശക്തൻ തുണയാകട്ടെ എന്ന് ആശംസിച്ച് വാക്കുകൾക്ക് പൂർണ്ണവിരാമം കുറിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.